ഈ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് മാറി നിൽക്കുന്നവരായിരിക്കും കേരളത്തിലെ ഗവൺമെൻറ് വന്നാൽ സുപ്രധാന പദവികളിലേക്ക് നിശ്ചയിക്കപ്പെടുന്നത്. പാർട്ടി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ഇറങ്ങുന്ന പരിഗണിക്കപ്പെട്ട എല്ലാ നേതാക്കന്മാർക്കും അവരർഹിക്കുന്ന പരിഗണന ഉണ്ടാവും, സംശയമില്ല. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് സ്ഥാനാർത്ഥികളാകാൻ ആഗ്രഹിച്ച ഒരുപാട് പേരുണ്ട്, അർഹതപ്പെട്ടവരുണ്ട്, ആകാൻ പറ്റിയിട്ടില്ല. പക്ഷെ അവരെല്ലാം പാർട്ടിയുടെ മുൻനിര നേതാക്കന്മാരായിട്ട് പാർട്ടി ഗവൺമെൻറ് വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട പദവികളിൽ ഉണ്ടാകുന്നവരായിരിക്കും. നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്നു. പല മുന്നണികളിലും സ്ഥാനാർത്ഥി നിർണയം പാളയത്തിൽ പടയോടുകൂടി തന്നെയായിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം പലരും അർഹിക്കുന്ന സ്ഥാനം തങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി വിട്ടു പുറത്തു പോകുന്ന കാഴ്ച കാണാൻ സാധിച്ചിരുന്നു. പല മുന്നണികളിൽ നിന്നും പല ആളുകളും സ്ഥാനാർത്ഥി മോഹികളായ ആളുകൾ പലരും പുറത്തു പോകുന്നത് കണ്ടു. ചിലർ സംഘടനയുടെ നയവൈകല്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പുറത്തുപോയി. ആലപ്പുഴയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 63 വർഷത്തെ പാരമ്പര്യവും പ്രവർത്തന പരിചയവും ഉണ്ടായിരുന്ന മുൻ മന്ത്രി കൂടിയായ ആദർശത്തിന്റെ കറകളഞ്ഞ ആൾരൂപം എന്നൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ വിശേഷിപ്പിച്ചിരുന്ന ജി സുധാകരൻ പാർട്ടി ഉപേക്ഷിച്ച് പുറത്തുപോയി. തളിപ്പറമ്പിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് TK ഗോവിന്ദൻ മാസ്റ്റർ CPM മഹിത പാരമ്പര്യം ഉപേക്ഷിച്ചുകൊണ്ട് പുറത്തു വന്നു. ഇതുപോലെ CPM മറ്റു മുന്നണികളിൽ നിന്നും സ്ഥാനാർത്ഥി നിർണയത്തെ തുടർന്നോ അല്ലെങ്കിൽ അതിനു മുമ്പോ സ്ഥാനാർത്ഥിത്വം കിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പലരും പുറത്തു പോവുകയായിരുന്നു. എന്നാൽ ഒരു വിധത്തിൽ സ്ഥാനാർത്ഥി നിർണയം പലരും പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി ചില സീറ്റുകളിൽ മാത്രമാണ് ചില മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത്. കോൺഗ്രസ് ഏതാണ്ട് അവരുടെ എല്ലാ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. പലരും പ്രചരണ പരിപാടികൾ ആരംഭിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ തരുണത്തിലാണ് AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ വലിയൊരു ബോംബ് പൊട്ടിച്ചിരിക്കുന്നത്. മാധ്യമങ്ങളിൽ അദ്ദേഹത്തെ കണ്ടപ്പോഴാണ് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ സമയത്താണ് അദ്ദേഹം വലിയൊരു ബോംബ് പൊട്ടിച്ചിരിക്കുന്നത്. കേരള രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷത്തിൽ വലിയ വിസ്ഫോടനങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒരു ബോംബ് തന്നെയാണ് അദ്ദേഹം പൊട്ടിച്ചിരിക്കുന്നത്. അർഹരായ പല ആളുകൾക്കും, പല നേതാക്കൾക്കും, മുതിർന്ന നേതാക്കൾക്കും അതുപോലെ യുവ നേതാക്കൾക്കും അർഹരായവർക്ക്, യോഗ്യരായവർക്ക് സീറ്റ് കൊടുക്കാൻ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായും മത്സരിക്കാത്ത ആളുകൾക്ക് പാർട്ടിയിൽ ഭരണത്തിൽ സമുന്നതമായ സ്ഥാനങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളത് പാർട്ടിയുടെ തീരുമാനമാണ് എന്നുള്ളത് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു. അതായത് മത്സരിക്കാത്ത ആളുകൾക്ക്, നേതാക്കൾക്ക് UDF അധികാരത്തിൽ വരുമ്പോൾ നിശ്ചയമായും ഭരണത്തിൽ മുഖ്യസ്ഥാനങ്ങളിൽ ഇവരുണ്ടായിരിക്കും എന്ന് KC വേണുഗോപാലിന്റെ പ്രസ്താവന തന്നെയാണ് കേരളത്തിൽ ബോംബായി മാറിയിരിക്കുന്നത്. സീറ്റ് ചർച്ചകൾക്ക് ഇടയിൽ തന്നെ ഇത്തരം പല അഭ്യൂഹങ്ങളും കോൺഗ്രസിനകത്ത് നിന്ന് കേൾക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. കണ്ണൂരിൽ നിന്നും MP ആയ K സുധാകരൻ മത്സരിക്കും, ആലപ്പുഴയിലെ MP ആയ KC വേണുഗോപാൽ മത്സരിക്കും, ഷാഫി പറമ്പിൽ മത്സരിക്കും, അടൂർ പ്രകാശ് മത്സരിക്കും എന്നൊക്കെയുള്ള കിംവദന്തികൾ കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ നിലവിലെ MP മാരാരും തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്ന കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം തന്നെയാണ് പിന്നീട് നടപ്പാക്കുന്നത് നാം കാണപ്പെട്ടത്. എന്നാൽ ഇത്തരം തീരുമാനം പുറത്തു വരുമ്പോൾ K സുധാകരനും അടൂർ പ്രകാശും ഉൾപ്പെടെയുള്ള ആളുകൾ മത്സരിക്കുന്നില്ല എന്ന ധാരണയിൽ നിന്ന് പിറകോട്ടി മാറി നിൽക്കുമ്പോൾ എന്തായിരുന്നു കേന്ദ്ര നേതൃത്വവും ഇവരും തമ്മിൽ ഉണ്ടാക്കിയ ധാരണ എന്നറിയുവാൻ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ പരക്കം പായുന്നുണ്ടായിരുന്നു. 4 ദിവസമാണ് കോൺഗ്രസിനെ സുധാകരൻ മുൾമുനയിൽ നിർത്തിയത്. തനിക്ക് സ്ഥാനാർത്ഥിത്വമില്ല എന്നുണ്ടെങ്കിൽ പാർട്ടി വിട്ട് പുറത്തു പോകും, സുധാകരൻ BJPയുമായി ചേർന്ന് മത്സരിക്കും എന്നൊക്കെയുള്ള കിംവദന്തികളാണ് പരന്നിരുന്നത്. എന്നാൽ ഇതിന് സുധാകരൻ ഈ 4 ദിവസവും മറുപടി പറഞ്ഞിരുന്നില്ല. പിന്നീട് മല്ലികാർജുൻ ഖാർഗെയും AK ആന്റണിയും രാഹുൽ ഗാന്ധിയും വിളിച്ച് സംസാരിച്ചതിനെ തുടർന്നാണ് സുധാകരൻ വായി തുറന്നത്. താൻ മത്സരിക്കുന്നില്ല, MP മാർ മത്സരിക്കേണ്ട എന്ന കേന്ദ്ര നേതൃത്വത്തോട് താൻ അനുകൂല മനോഭാവം പ്രകടിപ്പിക്കുന്നു എന്നാണ് സുധാകരൻ പറഞ്ഞത്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുമായി അഭിമുഖം നടത്തിയ സുധാകരൻ പറഞ്ഞത് കോൺഗ്രസ് ജയിക്കും എന്നാണ് പ്രതീക്ഷ. അത് പ്രതീക്ഷ മാത്രമാണ്, എത്രത്തോളം ഫലവത്താകും എന്നുള്ളത് അറിയില്ല എന്നുകൂടി സുധാകരൻ പറഞ്ഞു വെക്കുമ്പോൾ എന്തൊക്കെയോ ആ പറച്ചിലുകളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അത് തന്നെയാണ് ഇപ്പോൾ KC വേണുഗോപാൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴും തുറന്നടിച്ചത്. കാരണം അർഹരായ പലർക്കും ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാൻ സാധിച്ചിട്ടില്ല, അവരെല്ലാവരും യോഗ്യർ തന്നെയാണ്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ UDF വിജയിച്ചു വരികയാണെങ്കിൽ, UDFന് ഭരണം കിട്ടുകയാണെങ്കിൽ മത്സരിക്കാത്ത പലരും
മന്ത്രിസഭയുടെ സമുന്നതമായ സ്ഥാനങ്ങളിലേക്ക് നിശ്ചയിക്കപ്പെട്ടേക്കാം എന്നുള്ള കൃത്യമായ സൂചന തന്നെയാണ് വേണുഗോപാൽ നൽകിയത്. അധികാര സ്ഥാനങ്ങളിൽ മത്സരിക്കാത്ത ആളുകൾ ഉണ്ടായിരിക്കും എന്നുള്ള സൂചന തന്നെ കെ.സി. വേണുഗോപാൽ നൽകുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ കേരളത്തിൽ വലിയ സ്ഫോടനം സൃഷ്ടിക്കുന്ന കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിലെ അധികാര കസേരകൾ പ്രതീക്ഷിച്ചിരിക്കുന്ന പലർക്കും അത് വലിയ സ്ഫോടനം തന്നെയാണ്, ഇടുത്തി തന്നെയാണ്. കേരളത്തിൽ കോൺഗ്രസിനകത്ത് നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ചുരുങ്ങിയത് 5 പേരെങ്കിലും മുഖ്യമന്ത്രി കസേര സ്വപ്നം കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി കസേര സ്വപ്നം കാണുന്ന പലർക്കും കെ.സി. വേണുഗോപാലിന്റെ ഈ പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ ഇടുത്തി തന്നെയാണ്. UDF-ന് ഭരണം കിട്ടുകയാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള ചോദ്യത്തിന് കെ.സി. വേണുഗോപാലിന്റെ ഈ പ്രസ്താവനയ്ക്ക് ഏറെ പ്രസക്തിയുണ്ട്. മത്സരിക്കാത്ത ആളുകൾ അധികാരത്തിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലേക്ക് നിശ്ചയിക്കപ്പെട്ടേക്കാം എന്ന് പറയുമ്പോൾ ഇനി UDF-ന് ഭരണം കിട്ടുകയാണെങ്കിൽ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുമോ, അല്ലെങ്കിൽ കെ. സുധാകരന് ഏതെങ്കിലും തരത്തിൽ അധികാര സ്ഥാനങ്ങളിൽ നിശ്ചയിക്കപ്പെടുമോ എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടത് തന്നെയാണ്. എന്തായാലും പാർട്ടിക്ക് വേണ്ടി വിയർപ്പൊഴുകി നടന്ന ആളുകൾ ആരും നിരാശരാകില്ല എന്ന് കെ.സി. വേണുഗോപാൽ പറയുമ്പോൾ മത്സരിച്ചവർക്ക് മാത്രമല്ല ഭരണം കിട്ടുകയാണെങ്കിൽ സുനിശ്ചിതമായ സ്ഥാനങ്ങൾ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അതിൽ കൃത്യമായും ഒരു വലിയ ബോംബ് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഈ ബോംബ് ഏത് തരത്തിലുള്ള സ്ഫോടനമായിരിക്കും കേരളത്തിൽ കോൺഗ്രസിൽ ഉണ്ടാക്കുക എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്. ഒരു കാര്യം എന്തായാലും തീർച്ചയാണ്, UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഇന്നിപ്പോൾ മത്സരിക്കുന്ന ആളുകൾക്കുപരിയായി, അതായത് മത്സരിച്ച് കയറി വരുന്ന ആളുകൾക്കുപരിയായി മത്സരിക്കാത്ത പല നേതാക്കളും അധികാരത്തിന്റെ ഇടനാഴികളിൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അധികാരത്തിന്റെ സമുന്നതമായ സ്ഥാനങ്ങളിൽ ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് കെ.സി. വേണുഗോപാലിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കെ.സി. വേണുഗോപാൽ മാധ്യമത്തിന് നൽകിയ വിസ്ഫോടനാത്മകമായ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അത്ഭുതം തോന്നി. ഈ സാഹചര്യത്തിൽ പാലക്കാട് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വരാൻ എന്താണ് കാരണം എന്ന് ഞങ്ങളും വളരെ കൂലങ്കുഷമായി ചിന്തിക്കേണ്ടായി. തീർച്ചയായിട്ടും ആ സ്ഥാനാർത്ഥിയുടെ പിന്നിൽ ഒരു ഹിഡൻ അജണ്ടയുണ്ട്. ആ അജണ്ട BJP-യുമായിട്ടുള്ള രഹസ്യധാരണയുടെ ഭാഗമായിട്ടുള്ള അജണ്ട തന്നെയാണ്. അത് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാകും. അവിടെ മാത്രമല്ല, വേറെ 1-2 സീറ്റുകളിലുണ്ട്. എവിടെയാണ് സ്വാഭാവികമായിട്ടും അർഹതപ്പെട്ട ഒരുപാട് ആളുകളുടെ പേര് പരിഗണിക്കപ്പെട്ടിരുന്നു. ഫൈനലായിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയിൽ അംഗീകരിച്ച പേരുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എല്ലാ പേരുകളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സത്യമാണ്, കോൺഗ്രസിനകത്ത് ഒരുപാട് പേര് അർഹരായ നേതാക്കന്മാരുണ്ട് സ്ഥാനാർത്ഥികളാകാൻ. ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് എല്ലാവരും ഒരുമിച്ച് കാണുന്നത് 10 വർഷത്തെ ഇടതുഭരണം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് സ്ഥാനാർത്ഥികളാകാൻ പറ്റാത്തവരെല്ലാം കൃത്യമായിട്ടും അവരുടെ പ്രയാസങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ആ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർ പാർട്ടിയെ സഹായിക്കാൻ രംഗത്തുണ്ടാവും. അതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. പെരുമ്പാവൂരിലെ പുതിയ സ്ഥാനാർത്ഥി വന്നു. സിറ്റിംഗ് MLA കൃത്യമായിട്ട് ഞാൻ സിറ്റിംഗ് MLAയുടെ നടപടിയെ അങ്ങേറ്റം സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം മാറ്റിയപ്പോഴും വളരെ പക്വതയോടെ പെരുമാറിയതായിരുന്നു. ഇല്ല, ഞങ്ങൾ നേരത്തെ ഒരു കാര്യം പ്രഖ്യാപിച്ചിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് മാറി നിൽക്കുന്നവരായിരിക്കും കേരളത്തിലെ ഗവൺമെൻറ് വന്നാൽ സുപ്രധാന പദവികളിലേക്ക് നിശ്ചയിക്കപ്പെടുന്നത്. മത്സരിക്കാൻ അവർക്ക് അവസരം കൊടുത്തു. അവരെ ജയിപ്പിക്കാൻ എല്ലാവരും ഒന്നിച്ചിറങ്ങുക. ഞങ്ങളെ നാളെ രാവിലെ പ്രധാനപ്പെട്ട നിയോജക മണ്ഡലങ്ങളിലേക്കെല്ലാം കേരളത്തിന് പുറത്തുള്ള സീനിയർ നേതാക്കന്മാരായിട്ടുള്ള ഒബ്സർവർമാർ വരും. ആ ഒബ്സർവർമാർ വരുന്ന 12-13 ദിവസക്കാലം കേരളത്തിലുണ്ടാകും. പ്രവർത്തനങ്ങളിൽ എവിടെയെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇടപെട്ട് പരിഹരിക്കാനും പ്രവർത്തകരോട് സംസാരിക്കാനും നേതാക്കളോട് സംസാരിക്കാനും. പാർട്ടി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ഇറങ്ങുന്ന പരിഗണിക്കപ്പെട്ട എല്ലാ നേതാക്കന്മാർക്കും അവർ അർഹിക്കുന്ന പരിഗണന ഉണ്ടാവും, സംശയമില്ല. സ്ഥാനാർത്ഥികളിൽ പലരും കെ.സി. വേണുഗോപാലിന്റെ ചിത്രം കൂടെ ചേർത്താണ് പോസ്റ്ററുകൾ അച്ചടിച്ചും ഒട്ടിക്കുന്നത്. അത് ശരി, അതാണോ ഇപ്പോഴത്തെ വാർത്ത? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ ഇതുവരെ പിടിച്ചിട്ടില്ല. ഇപ്പോൾ ചോദിച്ചു അഭിപ്രായ വ്യത്യാസമുണ്ടോ. ഒരു മന്ത്രിയെ പ്രഖ്യാപിച്ചിട്ട് 4 ദിവസമായിട്ട് അയാൾ ഇറങ്ങിയോ? നിങ്ങൾ ആരെങ്കിലും മാധ്യമങ്ങൾ എഴുതിയോ? ഒരു മന്ത്രിയെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിട്ട് 3-4 ദിവസമായിട്ട് അദ്ദേഹം പ്രചരണ രംഗത്ത് പോലും ഇറങ്ങിയിട്ടില്ല. പാർട്ടി സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് 2 പ്രാവശ്യം പറയുന്നു അദ്ദേഹമാണ് അവിടുത്തെ സ്ഥാനാർത്ഥി, അദ്ദേഹം ഇറങ്ങിയിരിക്കും. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കേട്ടത് അദ്ദേഹം അവിടെ നിന്ന് മാറി വേറൊരു സീറ്റിൽ മത്സരിക്കുന്നു. അവിടെ അദ്ദേഹം പറഞ്ഞ വേറൊരാളെ മത്സരിക്കും. 5 സീറ്റുകളിൽ, അതുകൂടാതെ 5 സീറ്റുകളിൽ ഇനിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട്. നിങ്ങൾ ആരും പറയുന്നില്ലല്ലോ.
ഞങ്ങളുടെ പാർട്ടിക്കകത്ത് സ്ഥാനാർത്ഥികളാകാൻ ആഗ്രഹിച്ച ഒരുപാട് പേരുണ്ട്, അർഹതപ്പെട്ടവരുണ്ട്, ആകാൻ പറ്റിയിട്ടില്ല. പക്ഷെ അവരെല്ലാം പാർട്ടിയുടെ മുൻനിര നേതാക്കന്മാരായിട്ട് പാർട്ടി ഗവൺമെൻറ് വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട പദവികളിൽ ഉണ്ടാകുന്നവരായിരിക്കും, സംശയമില്ല. പക്ഷേ ഇതിന് നിങ്ങൾ ഉത്തരം പറ. ഒരു സിറ്റിംഗ് മന്ത്രിക്ക് അവരുടെ മണ്ഡലത്തിൽ മത്സരിക്കാൻ പോലും ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ലല്ലോ. ഉണ്ടായിരുന്നോ? ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അവിടെയാണ് നിങ്ങൾ കാണേണ്ടത്. ക്ലിയറാണ് ആ റിസൾട്ട്, ഇൻഡിക്കേഷൻ ക്ലിയറാണ്. അപ്പോൾ അത് കൃത്യമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണെന്ന് സംശയം വേണ്ട. പോസ്റ്ററിൽ താങ്കളുടെ ചിത്രം വെക്കാൻ അങ്ങനെ പ്രത്യേകം ആവശ്യപ്പെടുകയോ നിർദ്ദേശം? പോസ്റ്റർ എൻ്റെ ചിത്രം വെക്കാൻ ആരോടും പറഞ്ഞിട്ടില്ല. കേരളത്തിലെ കോൺഗ്രസിൻ്റെ എല്ലാവരും ചിത്രം എല്ലായിടത്തും ഉണ്ടാവാറുണ്ട്, പ്രധാനപ്പെട്ട പോസ്റ്ററുകളൊന്നും അങ്ങനെയൊന്നും പ്രശ്നമില്ല. ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഞാൻ പറഞ്ഞില്ല 100 സീറ്റിൽ ഓളം വാങ്ങിച്ചിട്ട് UDF ജയിക്കും. ഉറച്ച ആത്മവിശ്വാസത്തിലാണ്. ഈ തെരഞ്ഞെടുപ്പാണ് ഞങ്ങൾ മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള സ്ഥലങ്ങളിൽ വളരെ ആത്മവിശ്വാസത്തോടുകൂടിയാണ് എല്ലാവരും നിൽക്കുന്നത്. പ്രചരണ പ്രവർത്തനം തുടങ്ങുകയാണ്. ഇനി താഴോട്ടില്ല, ഇനി ഓരോ അടിയും മുന്നോട്ടാണ്. ഇത് 100 സീറ്റിലെത്തി ഈ വിജയം ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ UDFന് കഴിയും എന്നുള്ളതിന് സംശയമില്ല. കാരണം ഗവൺമെൻറ് ഇന്നലെ മുഖ്യമന്ത്രിയുടെ അഭിമുഖം കാണുകയുണ്ടായി. ഇപ്പോഴും ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഉത്തരവാദികളെ ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അയ്യപ്പൻ്റെ സ്വർണം കട്ടിട്ട് പോയവർ, ജയിലിൽ കിടന്നവർ, അവരെ ഇപ്പോഴും ന്യായീകരിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ എന്താണ് അതിനകത്ത് പറയാനുള്ളത്? ഈ ഇലക്ഷൻ UDFൻ്റെ ഇലക്ഷനാണ്, ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, ഉറപ്പാണ്. നീ കുറേ കാലം റിപ്പോർട്ട് ചെയ്തതല്ലേ, നിങ്ങൾ ഞങ്ങളെ തന്നെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് എനിക്ക് മനസ്സിലാകുന്നത്. എവിടെയാണ് വൈകിയത് സ്ഥാനാർത്ഥികളുടെ ചർച്ച? നിങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നടപടിയാണ്, അതും ഡീലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഡിക്ലറേഷനും നോമിനേഷനും തമ്മിൽ ഒരു ദിവസം പോലും വ്യത്യാസമില്ലാതെ താങ്കൾ ഒരുപാട് ഡൽഹി പ്രവർത്തിച്ചതല്ലേ, ഒരുപാട് സ്റ്റേറ്റിലെ ഇലക്ഷൻ കണ്ടതല്ലേ, എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഡിക്ലറേഷനും നോമിനേഷനും ഒരു ദിവസം തൊട്ടിട്ട്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുപോലെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൽ ദുരൂഹത നടത്തിയ ഒരു കാലം ഉണ്ടായിട്ടില്ല. ആകെ നിങ്ങൾ എത്ര ദിവസമുണ്ട് ഇപ്പോൾ നോക്കിയേ. ഇപ്പോൾ നോമിനേഷൻ തീരുന്നത് 23-ാം തീയതി, വിഡ്രോവൽ 26-ാം തീയതി, 7-ാം തീയതി പ്രചരണം അവസാനിച്ചു. 26-ഉം 10-ഉം 6, 11 ദിവസം. ഇതിനിടയിൽ ദുഃഖ വെള്ളിയാഴ്ചയുണ്ട്, ഇതിനിടയിൽ ഈസ്റ്ററുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ദിവസങ്ങൾ കൂട്ടിയാണ് പെരുന്നാൾ കഴിഞ്ഞു. അപ്പോൾ ഫലത്തിൽ 10 ദിവസം പോലും ഇല്ല ഒരു സ്ഥാനാർത്ഥിക്ക് പ്രചരണം നടത്താൻ. ഇങ്ങനെ ഉണ്ടാവുന്ന ആരെങ്കിലും ധരിച്ചിരുന്നോ? ഞങ്ങൾക്ക് ധാരണയില്ലായിരുന്നു. ഞങ്ങൾ വ്യക്തമായിട്ടും ധാരണയോടുകൂടി സ്ഥാനാർത്ഥികളെ അനൗൺസ് ചെയ്യാൻ തന്നെ തീരുമാനിച്ച് മുന്നോട്ട് പോകും. മുന്നണി ചർച്ചകൾ കഴിഞ്ഞ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രയാസവും കോൺഗ്രസ് സ്ഥാനാർത്ഥികളത്തിൽ ഉണ്ടായിട്ടില്ല. ഉണ്ടാവും. ഞങ്ങളുടെ പാർട്ടി ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് നേതാക്കന്മാർക്ക് എല്ലാവർക്കും ഒരുപോലെ പറയാനുള്ള അവകാശമുള്ളതുകൊണ്ടും, ഏത് CPM-നെ പോലെ അല്ലല്ലോ, അവിടെ ഒരാൾക്കല്ലേ പറയാൻ അവകാശമുള്ളൂ. ഇവിടെ എല്ലാവർക്കും പറയാൻ അവകാശമുള്ളതുകൊണ്ടും സീറ്റ് ചർച്ചകളിൽ ചില ചർച്ചകളുണ്ടായിരുന്നു. അത് നല്ലതാണ്. ഓരോ സീറ്റിനെക്കുറിച്ചും ചർച്ച വന്ന് ആ സീറ്റിൻ്റെ മെറിറ്റിനെ കുറിച്ച് പോകുന്നു, സ്ഥാനാർത്ഥിയുടെ മെറിറ്റിനെ കുറിച്ച് പോകുന്നു, നല്ലതാണെന്നാണ് വിശ്വാസം. അതുകൊണ്ട് ഒരു വൈകല്യം ഉണ്ടായിട്ടില്ല. വി ആർ എഹെഡ്. പിന്നെന്താ സംശയം? നിങ്ങൾ സുധാകരൻ്റെ വിഷയം എന്തായിരുന്നു കഴിഞ്ഞ 2-3 ദിവസക്കാലം നിങ്ങൾ ഉണ്ടാക്കിയത്? ഇന്ത്യ രാജ്യത്ത് ഉണ്ടാക്കിയ ഏറ്റവും വലിയ പ്രതിസന്ധി. മിഞ്ഞാന്ന് വൈകുന്നേരം സുധാകരൻ്റെ പ്രസ്താവന കണ്ടാൽ മനസ്സിലായില്ല. എനിക്ക് എത്രയോ വലുതാണ് പാർട്ടി. ആ ഒറ്റ വാചകത്തിൽ തന്നെ അതാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാരൻ്റെ വികാരം. ശരി, ഭൂരിഭാഗവും KC വേണുഗോപാലിനെ അല്ല, ഇതാണ് ടാർഗറ്റ്. ഇന്നത്തെ ടാർഗറ്റ് ഇതാണോ? ഇത് ചോദിക്കാനാണ് ഇന്നത്തെ ടാർഗറ്റ്? അവിടുന്ന് പറഞ്ഞതാണ്. ഈ ചോദ്യമാണ് ചോദിക്കേണ്ടത്. എല്ലാവരും KC-യുടെയും സതീശൻ്റെയും രമേശിൻ്റെയും ശശി തരൂരിൻ്റെയും സുരേഷിൻ്റെയും എല്ലാവരുടെയും സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസ്സിൽ അങ്ങനെ ഒരാളും ഇല്ല. അത് CPM-ൽ ഒരാളെ തീരുമാനിക്കാൻ പാടുള്ളൂ. ആ തീരുമാനിച്ചാലേ നടക്കുള്ളൂ. അതാണ് ആ ഗോവിന്ദൻ മാഷൊക്കെ തളിപ്പറമ്പിലെ ഗോവിന്ദനും സുധാകരനൊക്കെ പറയുന്നത്. അതാണ് അവിടെ വേറെ ആർക്കും തീരുമാനമാക്കുക. ഇവിടെ എല്ലാവർക്കും തീരുമാനിക്കാൻ അവകാശമുണ്ട്. ഇവിടെ എല്ലാവരുടെയും സ്ഥാനാർത്ഥികളാണ്.